ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ദാ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു പാവയ്ക്ക പച്ചടിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് ദാ ഒരു മാസം കൂടി കഴിഞ്ഞാൽ ഇത് ജൂലൈ, ഓഗസ്റ്റും കൂടി കഴിഞ്ഞാൽ സെപ്റ്റംബറിൽ ഓണമാണ്. അപ്പോൾ എന്തായാലും നമ്മൾ മലയാളികൾ ഓണസദ്യ ഉണ്ടാക്കാതിരിക്കില്ല. അപ്പോൾ സദ്യക്ക് നമ്മൾ ആദ്യം തന്നെ വിളമ്പുന്നത് തൊടുകറികളാണ്. അപ്പോൾ തൊടുകറികളിൽ നമ്മൾക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഐറ്റം തന്നെയാണ് പച്ചടി. അപ്പോൾ ദാ പാവയ്ക്ക പച്ചടിയുടെ റെസിപ്പിയാണ് ഞാനിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും പച്ചടി തയ്യാറാക്കി തുടങ്ങാം. ഞാനിവിടെ ഒരു മീഡിയം സൈസിലെ പാവയ്ക്ക ചെറുതായിട്ട് വളരെ കനം കുറച്ചതായി ഈ ഒരു രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഫ്രൈ ചെയ്തിട്ടാണ് നമ്മൾ പച്ചടി തയ്യാറാക്കി തുടങ്ങുന്നത്. പച്ചടിക്കുള്ള അരപ്പും കൂടി നമ്മൾക്ക് തയ്യാറാക്കാം. ഒരു പകുതിയോളം തേങ്ങ ചിരവിയതിലേക്ക് ഞാൻ കുറച്ച് കടുക്, 1 ടീസ്പൂൺ അളവിൽ കടുക്, അതുപോലെ തന്നെ ചെറിയ ജീരകം, അതേപോലെ 2 പച്ചമുളകും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫൈനായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ നമുക്കത് അരച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് തന്നെ നമുക്ക് പാവയ്ക്കയും ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു പാനിലേക്ക് ഫ്രൈ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് വെളിച്ചെണ്ണയിലാണ് പാവയ്ക്ക ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഒരു ബ്രൗൺ കളർ ആവുന്ന രീതിയിലാണ് നമ്മളിവിടെ പാവയ്ക്ക ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഒരുപാട് മൊരിച്ച് കളയേണ്ട ആവശ്യമില്ല. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് സമയമെടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും. നമ്മൾക്ക് എന്തായാലും സദ്യക്കൊക്കെ പാവയ്ക്ക പച്ചടി, അതേപോലെ തന്നെ ബീട്രൂട്ട് പച്ചടി ഒക്കെ എല്ലാവരും തയ്യാറാക്കും. ബീട്രൂട്ട് പച്ചടിയുടെ റെസിപ്പി എല്ലാം നമ്മൾ മുൻപ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ദാ നമ്മളുടെ പാവയ്ക്ക ഇവിടെ നല്ല രീതിയിൽ ഈ ഒരു ബ്രൗൺ കളർ ഇത്രയും തന്നെ മതി. അപ്പോൾ ഇതിൽ കൂടുതൽ നമ്മൾ മുറിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് കോരി മാറ്റിയതിന് ശേഷം രണ്ടാമത്തെ സെക്ഷൻ ഞാൻ 2 തവണയായിട്ടാണ് പാവയ്ക്ക ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ രണ്ടാമത് ചേർത്ത പാവയ്ക്കയും നല്ല രീതിയിൽ മൊരിഞ്ഞ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അതേ പാനിലേക്ക് തന്നെ നമ്മളുടെ ഫ്രൈ ചെയ്ത ഓയിലിൽ തന്നെ ഞാൻ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ അളവിൽ കടുക്, അതുപോലെ തന്നെ ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, വറ്റൽമുളക്, അതേപോലെ കറിവേപ്പില. അപ്പോൾ ഇത് നമ്മളുടെ പച്ചടിക്കുള്ള താളിപ്പാണ്. അപ്പോൾ ഇതിലേക്കാണ് ഞാൻ തേങ്ങാരപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അല്ല, നമ്മൾക്ക് തേങ്ങാരപ്പും അതുപോലെ തന്നെ വറുത്ത പാവയ്ക്കയും ചേർത്ത് തിളപ്പിച്ചതിന് ശേഷം അതിലേക്കും നമ്മൾക്ക് താളിപ്പ് ഒഴിച്ച് തയ്യാറാക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഈ രീതിയിലാണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത ചെറിയുള്ളി എല്ലാം നല്ല രീതിയിലൊന്ന് ബ്രൗൺ കളറായി വന്ന സമയത്ത് നമ്മൾ നേരത്തെ അരപ്പ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അരപ്പ് ചേർത്ത് കൊടുത്തു. ഒന്ന് മിക്സിയുടെ ജാറ് കഴുകി അല്പം മാത്രം വെള്ളം ചേർത്ത് കൊടുത്തു. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തു. ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട, നമ്മളുടെ പച്ചടിയുടെയൊക്കെ ആ ഒരു പരുവം അറിയാമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾക്കിതൊന്ന് തിളപ്പിക്കണം. അരപ്പ് ഒരുപാട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്ന അത്രയും സമയം ഒന്ന് തിളപ്പിക്കുക. അതിനുശേഷം പിന്നീട് നമ്മൾക്ക് വറുത്ത് വെച്ചിട്ടുള്ള പാവയ്ക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ പാവയ്ക്കയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് നല്ല കട്ട തൈര്, മീഡിയം പുളിയുള്ള കട്ട തൈരും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മളുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സദ്യ സ്പെഷ്യൽ പാവയ്ക്ക പച്ചടി നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. വളരെ സിമ്പിളാണ്. പാവയ്ക്ക ഒന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആ ഒരു സമയം മാത്രമേ നമ്മൾക്ക് കുറച്ച് ടൈം എടുക്കുകയുള്ളൂ. ബാക്കിയെല്ലാം വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതെല്ലാം ഒന്ന് പരുവമായി വന്ന സമയത്ത് കട്ട തൈരും കൂടി ചേർത്ത് കൊടുത്തു. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. തൈര് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ഇത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള, വളരെ ടേസ്റ്റി ആയിട്ടുള്ള പാവയ്ക്ക പച്ചടി നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഓണം സീരീസുമായി ബന്ധപ്പെട്ട് ഒത്തിരി വീഡിയോസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ എപ്പോഴും പറയാറുള്ളത് പോലെ ആദ്യമായിട്ട് നമ്മളുടെ ചാനലിൽ വീഡിയോസ് കാണുന്ന സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനും മറന്നു പോകരുതേ. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് വരാം. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു ഫ്രണ്ട്സ്.